വളരെ പാരഡോക്സ് ആയിട്ടുള്ള ഒരു കാലഘട്ടമായത്. വളരെ വിരോധാഭാസം നിറഞ്ഞ ഒരു കാലഘട്ടമാണിത്. സുവിശേഷം പ്രസംഗിക്കുന്നവർ രാഷ്ട്രീയത്തിന് വേണ്ടി ഇറങ്ങുന്നവരാണ് മാറി. പാരഡോക്സ്. രാഷ്ട്രീയം പ്രസംഗിക്കുന്നവർ വചനം ശുശ്രൂഷിക്കുന്നവരായി മാറി. ഇതൊരു പാരഡോക്സ് അല്ലേ? ഞാൻ ഇന്ന് രാത്രി ഒരു കാര്യം പറയാം. ദൈവമക്കളെ, രാഷ്ട്രീയം പ്രസംഗിക്കുന്നവർ രാഷ്ട്രീയം പ്രസംഗിക്കട്ടെ, സുവിശേഷം പ്രസംഗിക്കുന്നവർ സുവിശേഷം പ്രസംഗിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. സുവിശേഷം വ്യക്തികളെയും സമൂഹത്തെയും മാറ്റുന്നതാണ്, അല്ലേ? അവരെ മാറ്റുവാൻ, ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, വ്യക്തികളെയും സമൂഹത്തെയും സ്വാധീനിക്കുന്നതാണ് സുവിശേഷം എന്ന് പറയുന്നത്. ഞങ്ങളുടെ പ്രസംഗത്തിൻ്റെ, ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ മാനദണ്ഡമായ ഈ കറുത്ത ബയൻഡിട്ട വേദത്തിൽ പ്രഖ്യാപനം ചെയ്തിരിക്കുന്ന, പ്രഘോഷിച്ചിരിക്കുന്ന സുവിശേഷമെന്ന് പറയുന്നത് അതിൻ്റെ അന്തസത്ത, അതിൻ്റെ മാറ്റ്, അതിൻ്റെ ആധികാരികത ഒട്ടും കുറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് ഇപ്പോഴും ഈ കാലഘട്ടത്തിലും കാലഹരണപ്പെട്ടു പോയതല്ല, അത് കാലിക പ്രസക്തി ഉള്ളതായതുകൊണ്ട് ഞങ്ങൾ മുക്കിലും മൂലയും നാല് മുക്കുകളിലും കടയിൽ അല്ലെങ്കിൽ സ്വന്തം തിണ്ണകളിലും അല്ലെങ്കിൽ വഴിയോരങ്ങളിലും ഇതുപോലെയുള്ള ഭവനാങ്കണങ്ങളിലും ഞങ്ങൾ ദൈവത്തിൻ്റെ, ക്രിസ്തുവിൻ്റെ സനാതന സത്യം, സത്യസുവിശേഷം, നിത്യസുവിശേഷം പ്രസംഗിക്കുവാൻ തയ്യാറായി നിൽക്കുകയാണ്. ഈ ദേശത്ത് ഇന്ന് രാത്രി മുഴങ്ങി കേൾക്കുന്ന ഈ സുവിശേഷത്തിൻ്റെ മാറ്റുതി, അത് ചിലരെ വ്യത്യാസത്തിലേക്ക് നയിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി ഒരു കാര്യം കൂടെ ഞാൻ പറയാം. കൂടാതെ പ്രശ്നങ്ങളുടെ നടുവിൽ, പ്രശ്ന നിബിഡമായ കലാപകലുഷിതമായ അന്തരീക്ഷത്തിൽ, ഹല്ലേലൂയ, അനാത്മികതയും അന്ധവിശ്വാസവും അസ്വാതന്ത്ര്യവും അല്ലെങ്കിൽ അശാന്തിയും അസമാധാനവും നിറഞ്ഞ സമൂഹത്തിൽ, പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഇങ്ങനെ പറയട്ടെ, സംഘടനകളും സമുദായങ്ങളും തമ്മിൽ സംഘട്ടനങ്ങൾ നടക്കുമ്പോൾ ആ വേദിയിൽ, ആ സമയത്ത് സ്കൂളുകളിലും കലാലയങ്ങളും കലാവശാലകളായി, അറവുശാലകളായി മാറുന്ന സാഹചര്യത്തിൽ ഇന്ന് രാത്രി ഞാൻ ഒന്നുകൂടെ വിളിച്ചു പറയാം, അല്ല, ലഹരി മരുന്നിൻ്റെ ഉപയോഗവും അതിൻ്റെ അല്ലെങ്കിൽ വിൽപ്പനയും അതിൻ്റെ ലഭ്യതയും കൂടി വരുന്ന സാഹചര്യത്തിൽ ഞങ്ങൾ പ്രസ്താവിക്കുന്ന, ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ സുവിശേഷത്തിന് പ്രാധാന്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ സുവിശേഷത്തിൻ്റെ പ്രചാരകരായി തീർന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇതിൻ്റെ പ്രസംഗകരായി തീർന്നത് എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. നാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് പ്രശ്നങ്ങളുടെ, പ്രതിസന്ധികളുടെ കൂമ്പാരമാണ്. കൊട്ടാരത്തിലും കുടിലിലും ഒരേ അവസ്ഥയാണ് ഈ കാലഘട്ടത്തിലുള്ളത്. ഒരിക്കലും അത് നമുക്ക് മറക്കുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ, സ്തോത്രം. സ്നേഹിക്കേണ്ടവർ വെറുക്കുകയാണ്, കൂടെ നിൽക്കേണ്ടവർ, ചേർത്തു നിർത്തേണ്ടവർ അല്ലെങ്കിൽ അകന്നു പോകുകയാണ്. ശ്രദ്ധിക്കണം, തുണയായിരിക്കേണ്ട മിത്രങ്ങൾ പോലും ശത്രുക്കളായി മാറുമ്പോൾ അവൻ ചിന്തിക്കുകയാണ്, എന്നെ സ്നേഹിപ്പാൻ ആരുമില്ല, എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ ഹൃദയം ഭാരപ്പെട്ടു, അവന്റെ കാലുകൾ ഇടറി, അവന് നിൽക്കുവാൻ കഴിയാത്ത അവസ്ഥ സംജാതമാകുമ്പോൾ ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം പറയട്ടെ, അവൻ ചിന്തിക്കുകയാണ്, ഇനി എന്തിന് ജീവിക്കണമെന്ന് ചിന്തിക്കുമ്പോൾ, അല്ല സഹോദര സഹോദരി, അവന്റെ ഹൃദയം ഹല്ലേലൂയ സ്തോത്രം നുറുങ്ങിയ അവസ്ഥയിൽ, ഹല്ലേലൂയ, ഇനി ആത്മഹത്യ മാത്രമേ എനിക്ക് വഴിയുള്ളൂ എന്ന് ചിന്തിക്കുന്ന സാഹചര്യത്തിൽ ഇവിടുത്തെ ഒരു തത്വചിന്തകൾക്കും ഒരു അല്ലെങ്കിൽ തത്വ സംഹിതകൾക്കും ഇവിടുത്തെ ഒരു ഇസങ്ങൾക്കും ഇവിടുത്തെ ഒരു പ്രത്യേക ശാസ്ത്രങ്ങൾക്കും അവരെ രക്ഷിപ്പാൻ കഴിയുകയില്ല. ആ സമയത്താണ് സുവിശേഷത്തിന്റെ പ്രസക്തി
ഹല്ലേലൂയ. ആ സമയത്താണ് സുവിശേഷം ഹല്ലേലൂയ സ്തോത്രം ജീവിക്കുന്നതാണെന്ന് പറയുവാൻ നമ്മെ അനുവദിക്കുന്നത്. അതുകൊണ്ടാണ് അത് തന്നെ നമുക്ക് ശക്തി പകർന്നു തരുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.